എസെൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന ഈ പാഠ്യപദ്ധതിയിലെ 10ാമത്തെ യൂണിറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 9 അധ്യായങ്ങളിലായി ആം, ഈസ്, ആർ, ഡു, ഡസ്, ഹാവ് എന്നീ പ്രൈമറി ഓക്സിലറി വെർബുകളുടെ പ്രായോഗിക ഉപയോഗക്രമങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാസ് ആൻഡ് വേർ എന്ന പ്രൈമറി ഓക്സിലറി വെർബുകളെ കുറിച്ചാണ്. ഈ വാസ് ആൻഡ് വേർ എന്നുള്ളത് ഈസ്, ആം, ആർ എന്നുള്ളതിൻ്റെ പാസ്റ്റ് രൂപമാണ്. ആദ്യം ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ഒന്ന് ലാസ്റ്റ് നൈറ്റ് ആൻഡ് നൗ എന്നിങ്ങനെ 2 ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. ലാസ്റ്റ് നൈറ്റിൽ ഒരാൾ കിടന്നുറങ്ങുന്നു. നൗ എന്നുള്ളിടത്ത് ഒരാൾ വർക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ എക്സാമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നൗ റോബർട്ട് ഈസ് അറ്റ് വർക്ക്. ഇപ്പോൾ റോബർട്ട് ജോലിയിലാണ്. അറ്റ് മിഡ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ഹി വാസ് ഇൻ അറ്റ് വർക്ക്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയിൽ അദ്ദേഹം വർക്കിലായിരുന്നില്ല. അപ്പോൾ വാസ് ഇൻ എന്ന് പറഞ്ഞാൽ ആയിരുന്നില്ല എന്നർത്ഥം വരുന്നു. ഹി വാസ് ഇൻ ബെഡ്. അദ്ദേഹം ബെഡിലായിരുന്നു. ഹി വാസ് എസ്ലീപ്. അദ്ദേഹം ഉറക്കത്തിലായിരുന്നു. അപ്പോൾ വാസ് ആൻഡ് വേർ എന്നുള്ളത് ആയിരുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൈമറി ഓക്സിലറി വെർബാണ്. ആം, ഈസ്, ആർ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആം, ഈസ്, ആർ എന്നുള്ളത് ആകുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ആം എന്നുള്ളത് ഐക്ക് ശേഷവും ഈസ്, ആർ ഈസ് എന്നുള്ളത് ഏകവചനങ്ങൾക്ക് ശേഷവും ഒപ്പം തന്നെ ആർ എന്നുള്ളത് ബഹുവചനങ്ങൾക്ക് ശേഷവും ഉപയോഗിക്കുന്നു, ആകുന്നു എന്നർത്ഥത്തിൽ. അതിൻ്റെ പാസ്റ്റ് രൂപം, ഭൂതകാല രൂപമാണ് വാസ് ആൻഡ് വേർ എന്നുള്ളത്. അപ്പോൾ ആം, ഈസ് എന്നുള്ളതിന് പകരമായി ആയിരുന്നു എന്നർത്ഥത്തിലാണ് വാസ് ഉപയോഗിക്കുന്നത്. ആം, ഈസ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ആണ് വാസ് എന്നുള്ളത്. അപ്പോൾ ആം, ഈസ് എന്ന് പറയുമ്പോൾ ആകുന്നു എന്നർത്ഥം വരുന്നു. വാസ് എന്ന് പറയുമ്പോൾ ആയിരുന്നു എന്നർത്ഥം വരുന്നു. ഉദാഹരണങ്ങൾ കൊടുത്തു നോക്കാം. ഐ ആം ടയേർഡ് നൗ. ഐ ആം ടയേർഡ് ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. ഞാൻ ക്ഷീണിതനാണ്. ഐ വാസ് ടയേർഡ് ലാസ്റ്റ് നൈറ്റ്. ഞാൻ ഇന്നലെ രാത്രി ക്ഷീണിതനായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഈ നിമിഷത്തിന് മുന്നേയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആയിരുന്നു എന്ന് പറയുന്നു. ഐ വാസ്. അപ്പോൾ ആം എന്നുള്ളതിന് പകരം നമ്മൾ വാസ് ഉപയോഗിക്കുന്നു. വാസ് എന്നാൽ ആയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. വേർ ഈസ് ആൻ. ആൻ എവിടെയാണ്? ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നത്. വേർ വാസ് ആൻ യെസ്റ്റർഡേ. ഇന്നലെ ആൻ എവിടെയായിരുന്നു? അപ്പോൾ ഇവിടെ വേറിന് ശേഷം വാസ് വന്നതുകൊണ്ട് ആയിരുന്നു എന്നർത്ഥം വരുന്നു. ദ വെദർ ഈസ് ഗുഡ് ടുഡേ. ഇന്ന് വെദർ നല്ലതാണ്. ദ വെദർ വാസ് ഗുഡ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച കാലാവസ്ഥ നല്ലതായിരുന്നു. ആയിരുന്നു എന്ന് വരാൻ ഇവിടെ ഈസ് എന്നുള്ളതിന് പകരം വാസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈസ് ആൻഡ് വാസ് തമ്മിലുള്ള വ്യത്യാസം ഈസ് ആകുന്നു എന്നുള്ളതും വാസ് ആയിരുന്നു എന്നുള്ളതുമാണ്. ഇനി ആർ എന്നുള്ളതിൻ്റെ പാസ്റ്റ് രൂപമാണ് വേർ എന്നുള്ളത്. നമുക്കറിയാം ആർ എന്ന് പറഞ്ഞാലും ആകുന്നു എന്നാണ്. പക്ഷേ അത് ബഹുവചനങ്ങൾക്ക് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെയാണ് വേർ എന്നുള്ളത് വാസ് എന്നുള്ളതിന് തുല്യമായ പദമാണ്. ആയിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ അത് ബഹുവചനങ്ങൾക്ക് ശേഷം മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. യു ആർ ലേറ്റ്. നിങ്ങൾ നേരം വൈകിയിരിക്കുകയാണ്. അതിപ്പോഴത്തെ അവസ്ഥ പറയുകയാണ്. യു ആർ ലേറ്റ് യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ നേരം വൈകിയിരുന്നു എന്നർത്ഥം. അപ്പോൾ ഇന്നലത്തെ കാര്യം പറയുമ്പോൾ ആറിന് പകരം നമ്മൾ വേർ ഉപയോഗിക്കുന്നു. ആയിരുന്നു എന്നർത്ഥം വരുന്നു. ദേ ആർ ഇൻ ഹിയർ. അവർ ഇവിടെ ഇല്ല. ഇപ്പോഴത്തെ കാര്യം പറയുന്നു. ദേ വേർ ഇൻ ഹിയർ ലാസ്റ്റ് സൺഡേ. കഴിഞ്ഞ ഞായറാഴ്ച അവരിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആയിരുന്നില്ല എന്ന് പറയാൻ ആറിൻറ്റ് എന്നുള്ളതിന് പകരം വേറിൻറ്റ് എന്ന് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ബി സെക്ഷനിൽ അതിൻ്റെ കോളം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻസ്. പോസിറ്റീവ് വരുമ്പോൾ ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ് എന്ന് പറയുന്നു. കാരണം ഐ എന്നുള്ളതും ഹി എന്നുള്ളതും ഷീ എന്നുള്ളതും ഇറ്റ് എന്നുള്ളതും ഏകവചനമാണ്. അതുകൊണ്ട് അതിനുശേഷം വാസ് എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ മാത്രമാണ് ഐയെ ഒരു ഏകവചനമായി പരിഗണിക്കുന്നത് ഗ്രാമാറ്റിക്കലി. ഇനി വി വേർ, യു വേർ, ദേ വേർ എന്നാണ് പറയാം. വി എന്നുള്ളത് ബഹുവചനമാണ്. യു എന്നുള്ളതും ഇംഗ്ലീഷിൽ ബഹുവചനമാണ്. നീ എന്നല്ല നിങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. ആൻഡ് അതുപോലെ ദേ എന്നുള്ളതും ബഹുവചനമാണ്. അത്തരം ബഹുവചനങ്ങൾ വരുമ്പോൾ അപ്പോൾ വാസിന് പകരം നമ്മൾ വേർ ഉപയോഗിക്കുന്നു. വാസ് എന്നുള്ളതിൻ്റെ അതേ അർത്ഥം തന്നെയാണ്, ആയിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. ഇനി നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ ഈ വാസ് എന്നുള്ളതിന് ശേഷവും വേർ എന്നുള്ളതിന് ശേഷവും നോട്ട് എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമുണ്ട്. വാസ് നോട്ട് എന്നും പറയാം, വാസിൻ്റ് എന്നും പറയാം. അതേപോലെ തന്നെ വേർ നോട്ട് എന്നും പറയാം, വേറിൻറ്റ് എന്നും പറയാം. അപ്പോൾ ഐ, ഹി, ഷീ, ഇറ്റ് പോലെയുള്ള ഏകവചനങ്ങൾക്ക് ശേഷം വാസ് നോട്ട് അല്ലെങ്കിൽ വാസിൻ്റ് എന്നാണ് പറയേണ്ടത്. വി, യു, ദേ പോലെയുള്ള ബഹുവചനങ്ങൾക്ക് ശേഷം വേറിൻറ്റ് അല്ലെങ്കിൽ വേർ നോട്ട് എന്നാണ് പറയേണ്ടത്. ഐ വാസിൻറ്റ്, ഹി വാസിൻറ്റ്, ഷീ വാസിൻറ്റ്, ഇറ്റ് വാസിൻറ്റ്, വി വേറിൻറ്റ്, യു വേറിൻറ്റ്, ദേ വേറിൻറ്റ് എന്നിങ്ങനെയാണ് പറയുന്നത്. ഇനി ചോദ്യരൂപമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ വാസ് ആൻഡ് വേർ എന്നുള്ളത് സബ്ജക്റ്റിന് തൊട്ട് മുമ്പ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മലയാളത്തിൽ
ആയിരുന്നു എന്നുള്ളത് ആയിരുന്നോ എന്നാണ് ആക്കുന്നത്. ആ വെർബിൻ്റെ അന്ത്യത്തിൽ അവസാനത്തിൽ നമ്മൾ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ പൊസിഷൻ മാറ്റുകയാണ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇംഗ്ലീഷിലെ ഒരു ചോദ്യം ഉണ്ടാക്കുന്നതിനുള്ള, അതായത് ഓക്സിലറി വെർബുകളെ സബ്ജക്റ്റിന് മുൻപ് കൊണ്ടുവരിക എന്നുള്ള രീതിയാണ് എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്യുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ പൊസിഷൻ മാറുമ്പോൾ ഇംഗ്ലീഷിൽ അർത്ഥത്തിന് വലിയ മാറ്റം വരുന്നുണ്ട്. മലയാളത്തിൽ അത്രത്തോളം അർത്ഥമാറ്റങ്ങൾ ഒരു വാക്കുകളുടെ പൊസിഷൻ മാറുമ്പോൾ ഇല്ല എന്ന് കൂടി മനസ്സിലാക്കും. ഇതാണ് അത്യന്തികമായി ഏറ്റവും പ്രാഥമികമായി ഗ്രാമറിലുള്ള ഒരു വ്യത്യാസങ്ങളിലൊന്ന്. ഓക്കെ, അപ്പോൾ വാസ് ഐ എന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു, വാസ് ഹി എന്ന് പറഞ്ഞാൽ അവനായിരുന്നു, വാസ് ഷീ അവളായിരുന്നു, വാസ് ഇറ്റ് അതായിരുന്നു, അത് വേർ വി നമ്മളായിരുന്നു, വേർ യു നിങ്ങളായിരുന്നു, വേർ ദേ അവരായിരുന്നു എന്നർത്ഥം വരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദാഹരണം നോക്കാം. ലാസ്റ്റ് ഇയർ റേച്ചൽ വാസ് 22. കഴിഞ്ഞ വർഷം റാച്ചലിന് 22 വയസ്സായിരുന്നു. സോ ഷീസ് 23 നൗ. അതുകൊണ്ട് അവൾക്കിപ്പോൾ 23 വയസ്സാണ് എന്നർത്ഥം. വെൻ ഐ വാസ് എ ചൈൽഡ് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഐ വാസ് എഫ്രൈഡ് ഓഫ് ഡോഗ്സ് എനിക്ക് നായ്ക്കളെ പേടിയായിരുന്നു. ഇവിടെ വെൻ ഐ വാസ് എന്ന് വന്നത് കൊണ്ട് മാത്രമാണ് ഇതൊരു ചോദ്യരൂപം അല്ലാതായിരിക്കുന്നത്. വെൻ വാസ് ഐ എന്നാണ് വരുന്നതെങ്കിൽ അതൊരു ചോദ്യരൂപം ആകുമായിരുന്നേനെ. ചോദ്യത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത് WH വേർഡ് പിന്നെ ഓക്സിലറി വേർബ്സ് സബ്ജക്റ്റ് എന്നുള്ളതാണ്. ഇവിടെ WH വേർഡിന് ശേഷം ഐ എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വെൻ ഐ വാസ് എന്ന് പറഞ്ഞപ്പോൾ ഞാനായിരുന്നപ്പോൾ എന്നാണ് അർത്ഥം. വെൻ ഐ വാസ് എ ചൈൽഡ് ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഐ വാസ് എഫ്രൈഡ് ഓഫ് ഡോഗ് എനിക്ക് നായ്ക്കളെ പേടിയായിരുന്നു എന്നർത്ഥം. വി വേർ ഹംഗ്രി ആഫ്റ്റർ ദ ജേണി ബട്ട് വി വേർ ഇൻ ടയർഡ്. വി വേർ ഹംഗ്രി ഞങ്ങൾക്ക് വിശന്നിരുന്നു ആഫ്റ്റർ ദ ജേണി യാത്രയ്ക്ക് ശേഷം, ബട്ട് വി വേർ ഇൻ ടയർഡ് പക്ഷെ ഞങ്ങൾ ക്ഷീണിതനായിരുന്നില്ല. അപ്പോൾ വി വേർ ഞങ്ങളായിരുന്നു എന്നർത്ഥം, വി വേർ ഇൻ ഞങ്ങളായിരുന്നില്ല എന്നുള്ള അർത്ഥം വരുന്നു. ദ ഹോട്ടൽ വാസ് കംഫർട്ടബിൾ ബട്ട് ഇറ്റ് വാസ് എക്സ്പെൻസീവ്. ദ ഹോട്ടൽ കംഫർട്ടബിൾ ആയിരുന്നു പക്ഷേ അത് എക്സ്പെൻസീവ് ആയിരുന്നില്ല. ഹോട്ടൽ എന്നുള്ളത് ഒരു ഏകവചനമായതുകൊണ്ട് വാസ് ഉപയോഗിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇറ്റ് എന്നുള്ളത് ഏകവചനമായതുകൊണ്ട് വാസിൻ്റ് എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നു. അതിനൊരു ചോദ്യം നോക്കൂ. വാസ് ദ വെദർ ഗുഡ് വെൻ യു ആർ ഓൺ ഹോളിഡേ? നിങ്ങൾ ഹോളിഡേയിലായിരുന്നപ്പോൾ കാലാവസ്ഥ നന്നായിരുന്നോ? ഇവിടെ വാസ് ആദ്യം വന്നതുകൊണ്ടാണ് അത് ചോദ്യമായി മാറിയത്. സബ്ജക്റ്റിന് മുമ്പ് വെദർ എന്നുള്ള സബ്ജക്റ്റിന് മുമ്പ് വാസ് വന്നതുകൊണ്ട് അത് ചോദ്യമായി മാറിയിരിക്കുന്നു. ദോസ് ഷൂസ് ആർ നൈസ്. ആ ഷൂസുകളെല്ലാം നൈസാണ്. വെറുതെ എക്സ്പെൻസീവ്, അവ എക്സ്പെൻസീവ് ആയിരുന്നു, അവ വില കൂടിയതായിരുന്നു. വേർഡ് എന്നുള്ളത് ആദ്യം വന്നു, സബ്ജക്റ്റിന് ദേ എന്ന സബ്ജക്റ്റിന് മുമ്പ് വന്നു, അതുകൊണ്ട് അത് ചോദ്യം ആയി മാറിയിരിക്കുന്നു. വൈ വെർ യു ലേറ്റ് ദിസ് മോർണിംഗ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് നേരം വൈകിയിരുന്നത് എന്നർത്ഥം വരുന്നു. വൈ എന്നുള്ള WH വേർഡ്, അതിനുശേഷം വേർഡ് എന്നുള്ള ഓക്സിലറി, പിന്നെ സബ്ജക്റ്റ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ വൈ വെർ യു ലേറ്റ് ദിസ് മോർണിംഗ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് രാവിലെ നേരം വൈകിയിരുന്നത് എന്നർത്ഥം വരുന്നു. ഇനി അതിൻ്റെ ഷോർട്ട് ആൻസേഴ്സ് എങ്ങനെയാണ് പറയേണ്ടത്? യെസ് എന്നാണെങ്കിൽ യെസ് ഐ വാസ്, അല്ലെങ്കിൽ യെസ് ഹി വാസ്, യെസ് ഷീ വാസ്, യെസ് ഇറ്റ് വാസ് എന്ന് പറയുന്നു. ബഹുവചനാണെങ്കിൽ യെസ് വി വേർ, യെസ് യു വേർ, യെസ് ദേ വേർ എന്നാണ് പറയേണ്ടത്. അതിൻ്റെ നെഗറ്റീവ് നോ എന്നാണ് ആൻസർ എങ്കിൽ നോ ഐ വാസിൻറ്റ്, നോ ഹി വാസിൻറ്റ്, നോ ഷീ വാസിൻറ്റ്, നോ ഇറ്റ് വാസിൻറ്റ് എന്ന് പറയുന്നു. അത് ബഹുവചനമാണെങ്കിൽ നോ വി വേറിൻറ്റ്, നോ യു വേറിൻറ്റ്, നോ ദേ വേറിൻറ്റ് എന്നാണ് പറയേണ്ടത്. കുറച്ച് ഉദാഹരണം നോക്കാം. വെരി ലേറ്റ്, നോ ഐ വാസിൻറ്റ്. നിങ്ങൾ നേരം വൈകിയിരുന്നു? ഇല്ല, ഞാൻ നേരം വൈകിയിരുന്നില്ല. വാസ് ടെഡ് അറ്റ് വർക്ക് യെസ്റ്റർഡേ? ടെഡ് ഇന്നലെ ജോലിയിലായിരുന്നു. യെസ് ഹി വാസ്, യെസ് അതെ അദ്ദേഹം ജോലിയിലായിരുന്നു. വേർ സിയു ആൻഡ് സ്റ്റീവ് അറ്റ് ദ പാർട്ടി? നോ ദേ വേറിൻറ്റ്. ഇവിടെ എന്തുകൊണ്ട് വേർ വന്നു? സിയു ആൻഡ് സ്റ്റീവ് എന്നുള്ളത് രണ്ടുപേരാണ്, അപ്പോൾ ബഹുവചനമായി, അതുകൊണ്ട് വേർ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോ ദേ വേറിൻറ്റ് അവർ ആയിരുന്നില്ല. അപ്പോൾ രണ്ടുപേരെയും കുറിക്കാൻ ദേ എന്നുള്ളത് അവർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാകാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിറ്റ് 1, 2 AMESRനെ കുറിച്ചുള്ള യൂണിറ്റ് പഠിക്കണം. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ബോസിന് ശേഷം ING ഫോമുകൾ വരുമ്പോൾ എങ്ങനെയാണ് അർത്ഥം വ്യത്യാസം വരുന്നത് എന്ന് പഠിക്കാൻ യൂണിറ്റ് 13 നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് ഈ യൂണിറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ എക്സസൈസുകളാണ്. വളരെ സിമ്പിളായിട്ട് എക്സസൈസുകൾ ചെയ്തു നോക്കണം. എന്നിട്ട് ഇത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായി എന്ന് നമുക്ക് അനുമാനിക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ശ്രദ്ധാപൂർവ്വം കേട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. വേർ ദിസ് പീപ്പിൾ അറ്റ് 3 o'clock യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ? ഇന്നലെ 3 മണിക്ക്, ഉച്ചയ്ക്ക് 3 മണിക്ക് ഈ ആളുകൾ എവിടെയായിരുന്നു എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒരാൾ ഉറങ്ങുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു. കരോളും ജാക്കും തിയേറ്ററിലിരിക്കുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു. സിയു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹാൾ റെസ്റ്റോറൻറ്റിലിരിക്കുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു.
ബെൻ ബീച്ചിലിരിക്കുന്ന ചിത്രം കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ ഉദാഹരണത്തിന് ജോർജിൻ്റെ ഉദാഹരണം, ജോർജ് വാസ് ഇൻ ബെഡ്. ജോർജ് ഉറക്കത്തിലായിരുന്നു എന്നർത്ഥം, ബെഡിലായിരുന്നു എന്നർത്ഥം. കെരോൾ ആൻഡ് ജാക്ക്, ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ വാസ് ആണോ വേർ ആണോ എന്ന് ഉപയോഗിച്ച് നിങ്ങൾ ഫില്ല് ചെയ്യണം. അതുപോലെ സിയുവിനെ കുറിച്ചൊരു സെൻറ്റൻസ് എഴുതണം. നാലാമത്തത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹാളിനെ കുറിച്ച് എഴുതണം. അഞ്ചാമത്തത് ബെന്നിനെ കുറിച്ച് എഴുതണം. ആറാമത്തത് നിങ്ങളെക്കുറിച്ച് എഴുതണം. നിങ്ങൾ ഇന്നലെ 3 മണിക്ക് ഉച്ചയ്ക്ക് 3 മണിക്ക് എവിടെയായിരുന്നു എന്നുള്ളത് കൂടി ഇവിടെ എഴുതണം. ഓക്കെ, രണ്ടാമത്തെ എക്സസൈസ് നമുക്ക് നോക്കാം. പുട്ട് ഇൻ am is are, present or was were, past. ഓക്കെ, അപ്പോൾ am is are അല്ലെങ്കിൽ was were ഏതാണ് കറക്റ്റ് ഈ പൊസിഷനിൽ വരേണ്ടത്, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒന്നാമത്തെ ഉദാഹരണം കൊടുത്തു, ലാസ്റ്റ് ഇയർ ഷി വാസ് 22. കഴിഞ്ഞ വർഷം അവൾക്ക് 22 വയസ്സായിരുന്നു. സോ ഷീ ഈസ് 23 നൗ. ഓക്കെ, അപ്പോൾ ഇവിടെ കഴിഞ്ഞു പോയത് ആയതുകൊണ്ട് ഇവിടെ വാസ് ഉപയോഗിച്ചിരിക്കുന്നു, ഇപ്പോഴത്തതായതുകൊണ്ട് ഈസ് ഉപയോഗിച്ചിരിക്കുന്നു. അതേപോലെ ടുഡേ ദ വെദർ ഡാഷ് നൈസ്, ഇവിടെ ഈസ് ആണോ വാസ് ആണോ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ബട്ട് യെസ്റ്റർഡേ ഇറ്റ് ഡാഷ് വെരി കോൾഡ്, ഈ ഡാഷ് എന്നുള്ളിടത്ത് വാസ് ആണോ ഈസ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. അതേപോലെ ഈ 9 നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യുക. ആൻസർ കീ ചെക്ക് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യായം പഠിഞ്ഞിരിക്കുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പഠിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഇനി മൂന്നാമത്തെ എക്സസൈസ് നോക്കാം. പുട്ട് ഇൻ വാസ് വേർ ഓർ വാസ് ഇൻ വേർ ഇറ്റ്. ഓക്കെ, ഇവിടെ വാസും വാസിൻ്റെ അല്ലെങ്കിൽ വേറിൻ്റെ ഇതിലേതാണോ കറക്റ്റ് അതാണ് നിങ്ങളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഉദാഹരണമായി ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നു, വി വേറിൻറ്റ് ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരായിരുന്നില്ല വിത്ത് ദ ഹോട്ടൽ, ആ ഹോട്ടലിൽ ഞങ്ങൾ സന്തോഷമാരായിരുന്നില്ല. അവർ റൂം വാസ് വെരി സ്മോൾ, ഞങ്ങളുടെ റൂം വളരെ ചെറുതായിരുന്നു. അപ്പോൾ വാസ് എന്നുള്ളത് അവിടെ ഉപയോഗിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് ഇൻ വെരി ക്ലീൻ, അത് ക്ലീൻ ആയിരുന്നില്ല. ഓക്കെ, അതേപോലെ 2 മുതൽ 6 വരെയുള്ള ഈ ഡാഷ് ഇട്ട ഭാഗങ്ങളിൽ ഏതാണോ വാസ് ആണോ വേറാണോ വാസിൻ്റെ ആണോ വേറിൻ്റെ ആണോ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നാലാമത്തത് നോക്കാം. റൈറ്റ് ദ ക്വസ്റ്റ്യൻസ്, യൂസ് ദ വേർഡ്സ് ഇൻ ബ്രാക്കറ്റ്സ്. ക്വസ്റ്റ്യൻ എഴുതാം, ബ്രാക്കറ്റിലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം കറക്റ്റ് ഓർഡറിൽ. ഓക്കെ, പ്ലസ് വാസ് വേർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. അതിൻ്റെ ഉത്തരം ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദ ട്രാഫിക് വാസ് വെരി ബാഡ്. അപ്പോൾ അതിന് ചോദ്യം എന്താണ്? ലേറ്റ് യു ദിസ് മോർണിംഗ് വൈ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വൈ വർ യു ലേറ്റ് ദിസ് മോർണിംഗ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് നേരം വൈകിയിരുന്നത്, ആ ഓർഡറിലാണ് വരേണ്ടത്. അതേപോലെ തന്നെ 2 മുതൽ 6 വരെ ഉത്തരങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യണം. ആൻസർ കീ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ ഈ പാഠം വീണ്ടും ഒന്നുകൂടി വായിച്ചു നോക്കേണ്ടതുണ്ട്. ഒന്നുകൂടി സമപ്പ് ചെയ്യാം. വാസ് ആൻഡ് വേർ എന്നുള്ളത് ഈസ് ആം ആർ എന്നുള്ളതിൻ്റെ പാസ്റ്റ് രൂപമാണ്. ഈസ് ആം ആർ എന്നുള്ളത് ആകുന്നു എന്നാണ് അർത്ഥം വരുന്നത്. വാസ് വേർ എന്നുള്ളത് ആയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. വാസ് എന്നുള്ളത് ഏകവചനങ്ങൾക്ക് ശേഷവും വേർ എന്നുള്ളത് ബഹുവചനങ്ങൾക്ക് ശേഷം ഉപയോഗിക്കുന്നു. ഈ വാസിനും വേറിനും ശേഷം നോട്ട് ചേർത്താൽ വാസിൻ്റെ എന്നോ അല്ലെങ്കിൽ വേറിൻ്റെ എന്നോ ലഭിക്കുന്നു. അവ ആയിരുന്നില്ല എന്നർത്ഥം വരുന്നു. ഈ വാസ് ആൻഡ് വേർ എന്നുള്ളത് സബ്ജക്റ്റിന് മുമ്പ് ഉപയോഗിക്കുമ്പോൾ ആയിരുന്നോ എന്നർത്ഥം വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം 11ാമത്തെ അധ്യായം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.